കോളേജിൽ പഠിക്കുന്ന കാലത്തോ എപ്പോഴെങ്കിലും മറ്റേതെങ്കിലും കുട്ടികളുമായിട്ട് പ്രേമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ആണുങ്ങൾ ബുദ്ധിയില്ലാത്തവർ ഇതൊക്കെ തുറന്നു പറയും, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമില്ല. അങ്ങനെ ഈ വിവരം കെട്ട ഞാൻ സമ്മതിച്ചുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഷാരടി കുട്ടി, ഷാരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയെ. ഷാരടി കുട്ടിയുടെ അടുത്ത് എനിക്കിഷ്ടമായിരുന്നു, പക്ഷേ ഷാരടിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ലായിരുന്നു. 2 വർഷം ഞാൻ ഷാരടിയുടെ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം പോലും ഈ ഷാരടി കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല. കലോത്സവം നടക്കുന്ന വേദിയിൽ ആ ഷാരടി കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട്. ഭരതനാട്യത്തിൽ വലിയ ഡാൻസറാണ് ഷാരടി. അപ്പോൾ ഞാൻ അട്ടൻ വലിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഷാരടി ഡാൻസ് തുടങ്ങി, ഞാൻ പൊക്കുന്നു. ആ ഡാൻസ് കഴിയുന്നത് വരെ ഒന്ന് തിരിഞ്ഞെൻ്റെ മുഖത്ത് പോലും ആ കുട്ടി നോക്കിയില്ല. അതിലുള്ള ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ ആ കർട്ടൻ ഇനി ജീവിതകാലത്ത് ഒരു മനുഷ്യനെ കൊണ്ട് അഴിക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ അവിടെ ഇരുന്നൊരു കെട്ടിട്ടു. ഷാരടി ഡാൻസ് കഴിഞ്ഞു. അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് ഭരതനാട്യത്തിൻ്റെ ഇങ്ങനൊരു പോസിലാണ് ഷാരടി നിന്നത്, ഒറ്റക്കാലിൽ. കട്ടനിടുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടനിടാൻ വേണ്ടി ഷാരടി ഇങ്ങനെ നിൽക്കുക. എവിടെ കട്ടനിടാൻ? 15 മിനിറ്റ് കൊണ്ട് 1/2 മണിക്കൂറാവും വിചാരിച്ചാൽ കട്ടനിടാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ച് ഷാരടി തൊഴുതിട്ട് പോകുന്ന ഈ വിവരം കെട്ട പെണ്ണ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ ചാടി അവസാനം വരെ പോയി ഈ ഒറ്റക്കാലിൽ.